എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് പുതിയൊരു IPO വന്നിട്ടുണ്ടായിരുന്നു ഓല ഇലക്ട്രിക്കിൻ്റെ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ സുഹൃത്തുക്കൾ ചോദിച്ചു, ഓല ഇലക്ട്രിക്ക് ഇപ്പോൾ ബൈയിങ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഇപ്പോൾ IPO ലിസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെ ഞാൻ കാണിച്ചു തരാം. ആദ്യം IPO ഓല ഇലക്ട്രിക് ഓക്കെ. ഓല ഇലക്ട്രിക്ക് IPO വന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 78 റുപ്പീസായിരുന്നു. 78 റുപ്പീസിന് ഏകദേശം ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ ഓല ഇലക്ട്രിക്കിൻ്റെ ഒരു ലോട്ട് നമുക്ക് IPO ബൈ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ IPO വന്നതിന് ശേഷം, അതായത് IPO ഓപ്പണിംഗ് തന്നെ 76 രൂപയ്ക്കാണ് മാർക്കറ്റിനകത്ത് ഓപ്പൺ ആയത്. ഇപ്പോൾ 2024 ഓഗസ്റ്റ് 9, അതായത് കഴിഞ്ഞ ആഴ്ച. പക്ഷേ 2-3 ദിവസമായിട്ട് അത് ക്രിയേറ്റ് ചെയ്ത ഹൈ എന്ന് പറയുന്നത് 128 രൂപ 129 രൂപയാണ്. അതായത് ഏകദേശം ഒരു 70% 80% പ്രോഫിറ്റ് IPO കിട്ടിയ ആളുകൾക്കെല്ലാം പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതൊരു ക്യാൻഡിൽ ഇപ്പോൾ എക്സിറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ, അതായത് ഇന്നലെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 110 രൂപ 90 പൈസയിലാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചു, അപ്പോൾ 70 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനി ഇന്നിപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 110 രൂപ 90 പൈസയാണ്. ഹൈ ക്രിയേറ്റ് 130 രൂപ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നല്ലൊരു റിട്ടേൺ കിട്ടുമല്ലോ എന്നുള്ളൊരു കുറേ അധികം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് അനാലിസിസ് പറയാം. ഇപ്പോൾ ചാർട്ട് നോക്കുന്ന സമയത്ത് ആകെ 4 ദിവസത്തെ ക്യാൻഡിൽസ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് ദിവസത്തെ ക്യാൻഡിൽ നോക്കി കാണാൻ കഴിയും ബയ്യേഴ്സ് കൂടുതലാണ്. ബയ്യേഴ്സ് ഏകദേശം ഈ ലെവലിലോളം ബയ്യേഴ്സ് ഉണ്ട്. സെക്കൻഡ് ഡേ ബയ്യേഴ്സ് കുറവാണ്. തേർഡ് ഡേ സെല്ലേഴ്സാണ് കൂടുതൽ. ഫോർത്ത് ഡേ ബയ്യേഴ്സിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ 3-4 ദിവസത്തിൽ ഏറ്റവും ലോ ആണ് കഴിഞ്ഞ ദിവസത്തിലുണ്ടായ ബയ്യേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ ബയ്യേഴ്സ് വോള്യൂം കൂടുതൽ വരുന്ന സമയത്ത് മാത്രമേ എന്ത് വന്നുള്ളൂ, ഇതിനകത്തുള്ള പ്രൈസ് ഹൈക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇത് ബൈ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ കമ്പനിയെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുള്ള നമ്മുടെ ടാറ്റ ടെക്നോളജി എന്നുള്ള കമ്പനിയെക്കുറിച്ച് ഞാൻ ഓർത്തത്. ടാറ്റ ടെക്നോളജി കമ്പനി എനിക്ക് എല്ലാവർക്കും അറിയാം, IPO ഇതേപോലെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ 160 രൂപ വേണം. ടാറ്റ ടെക് ഇതേപോലെ ലിസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ നോക്കുക, ലിസ്റ്റ് ചെയ്ത അന്ന് 160% എൻ്റെ ഒരു ഓർമ്മ. 160% പ്രോഫിറ്റ് ലിസ്റ്റ് ചെയ്ത പ്രൈസിൽ നിന്നും IPO മാർക്കറ്റിലേക്ക് വന്ന സമയത്ത്, അതായത് ഹൈ ക്രിയേറ്റ് ചെയ്ത് 1400 രൂപയാണ്. അതിനുശേഷം ടാറ്റ ടെക്നോളജീസ് ആണ് കംപ്ലീറ്റ്ലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ആ കമ്പനി പോലും IPO വന്നതിന് ശേഷം ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഡൗൺ ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനി തന്നെ ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓല ഇലക്ട്രിക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓല ഇലക്ട്രിക്കിൻ്റെ റിസൾട്ടുകളെല്ലാം നോക്കിയ സമയത്ത് അത് ലോസിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. കമ്പനി ലിസ്റ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ്ലി ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് വേണമെങ്കിൽ സ്ക്രീനർ എന്നുള്ള സൈറ്റിനകത്ത് ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താ അവസ്ഥ നോക്കാം. സ്ക്രീനർ ഓല ഇലക്ട്രിക് മൊബിലിറ്റി സൊല്യൂഷൻസ്. ഓക്കെ, കമ്പനി ഇതിനകത്ത് ഫുൾ മാർക്കറ്റ് ക്യാപ്പ് 48,916 കോടിയാണ്. കറണ്ട് പ്രൈസ് 111 രൂപ. ഹൈ ക്രിയേറ്റ് ചെയ്ത് 130 രൂപയാണ്. 2017 ക്രിയേറ്റ് ചെയ്തു. ഓല ഇലക്ട്രിക് മൊബിലിറ്റിയാണ് കമ്പനി. വെഹിക്കിള് ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ബാറ്ററി പാക്സ് ആണ്, മോട്ടോഴ്സ്, വെഹിക്കിൾ ഫ്രെയിംസ് ആൾ പ്രൊഡ്യൂസ്ഡ് അറ്റ് ഓല ഫ്യൂച്ചർ ഫാക്ടറി. ഇതിൻ്റെ കീസ് മാർക്കറ്റ് പ്രോസ് ഒന്നുമില്ല. കമ്പനി ഹാസ് ലോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. കമ്പനി ഹൈ ക്യാപിറ്റലൈസിങ് ഇൻട്രസ്റ്റ് കോസ്റ്റ്. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിയർ കമ്പനീസാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിയേ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2023 ജൂണിൽ -218 crores ആണ്. അത് 312 ഇപ്പോൾ 205 24 ജൂണിൽ 205 കോടിയാണ്. നെറ്റ് പ്രോഫിറ്റ് അതേപോലെ 347 കോടി ലോസിലാണ് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ബയ്യേഴ്സ് ഉള്ളത്, ശരിക്കും ബയ്യേഴ്സ് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഹൈക്ക് വരുന്നത്. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർക്കറ്റ് ഹൈക്ക് വരുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിപ്പോകും.
പക്ഷെ നമ്മളെപ്പോലുള്ള ചെറിയ ബയേഴ്സൊക്കെ അവിടെ പോയി നമ്മുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് അവിടെ കുടുങ്ങിപ്പോകും. സോ എല്ലാവരും, എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ ടാറ്റ ടെക്നോളജീസ് കണ്ട പോലെ തന്നെ ടാറ്റ ടെക്നോളജി പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു കമ്പനി തന്നെ ഡൗൺ ട്രെൻഡാണ്. ട്രെൻഡ് ഈസ് എ ഫ്രണ്ട് എന്നാണല്ലോ, ഡൗൺ ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓല ഇലക്ട്രിക് IPO വന്നതിന് ശേഷം എല്ലാവരും പ്രോഫിറ്റബിൾ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ നോക്കിയേ, നെറ്റ് പ്രോഫിറ്റ് -199, 1784, 1472. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ഈ കമ്പനി വൺ ലോസിലാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കമ്പനി പ്രോഫിറ്റബിൾ ആവുന്ന സമയത്ത് ബൈ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ ബൈ ചെയ്യുക, റിസ്ക് എടുത്ത് ബൈ ചെയ്യുന്ന ആളുകളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. പിന്നെ അതുപോലെ ഇതിൽ ഹോൾഡിങ്സ് നോക്കിയാൽ പോലും കാണാം, പ്രൊമോട്ടേഴ്സും 36% ഉള്ളൂ. അത്യാവശ്യം 36% എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു കമ്പനിയെ സംബന്ധിച്ച് ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതേപോലെ FIAസിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. FIAS 7.64 ഉണ്ട്. പബ്ലിക് നോക്കിയേ, പബ്ലിക്കാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്. അപ്പോൾ പബ്ലിക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിനകത്ത് ഒരു ഫിയർ വന്നു കഴിഞ്ഞാൽ അവർ സെല്ല് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഈ ഓല ഇലക്ട്രിക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സഡനായിട്ട് ഫോൾ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഓല ഇലക്ട്രിക്കിൻ്റെ ചാർട്ടൊക്കെ വെച്ച് നോക്കിയിട്ട് ചാർട്ടിൽ എപ്പോഴാണോ നമ്മുടെ EMI ക്രോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ അനാലിസിസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷ വരുന്ന സമയത്ത് മാത്രം ഓല ഇലക്ട്രിക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബാക്കിയുള്ളവർക്കൊരു പേടി ഉണ്ടാവും, ഒരു പക്ഷേ ഇപ്പോൾ ലോ പ്രൈസിൽ കിട്ടി പിന്നീട് കിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതിന് ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ടാറ്റ സ്റ്റീലിൻ്റെ ചാർട്ട് നോക്കിക്കോളൂ. ടാറ്റ സ്റ്റീൽ കഴിഞ്ഞ ഒരു മാസം, ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഡൗൺ ട്രെൻഡിലാണല്ലോ, അപ്പോൾ ഇതുണ്ടോ, ടാറ്റ സ്റ്റീൽ കയറി വരുന്നു, താഴോട്ട് വരുന്നു, പിന്നെ കയറും. അപ്പോൾ എപ്പോഴും ഏതൊരു നല്ല സ്റ്റോക്കാണെങ്കിലും, എത്ര ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണെങ്കിൽ പോലും അതൊരു കറക്ഷൻ തരും. ആ കറക്ഷൻ തന്നിട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബൈ ചെയ്യുന്നതായിരിക്കും നല്ല ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നല്ലൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളതും അതുതന്നെയാണ്. നിങ്ങളെല്ലാവരും ഓല ഇലക്ട്രിക് ആരും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് എപ്പോഴാണോ ആ ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് നമുക്ക് മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റലിനെ പോസിറ്റീവായി കണ്ട് അതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ബൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി മറ്റെന്തെങ്കിലും അഭിപ്രായമുള്ളവർക്ക് അറിയിക്കാം. അതുപോലെ തന്നെ മറ്റ് നല്ല IPOs എന്തെങ്കിലും വരികയാണെങ്കിൽ മറ്റ് സ്റ്റോക്കുകളെക്കുറിച്ച് ഞാൻ പിന്നീട് അറിയിക്കാം. താങ്ക് യു.